പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും പാകിസ്ഥാൻ ആർമിയും ഇപ്പോൾ ഒരേ ദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ നല്ല പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ഒരു ടീമായിരുന്നു. മികച്ച താരങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് 90കളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഷാർജ കപ്പിൽ തുടർച്ചയായിട്ടൊക്കെ വിജയിക്കാൻ പാകിസ്ഥാന് സാധിക്കുമായിരുന്നു. എന്നാൽ വലിയ വേദികളിൽ, അതായത് ലോകകപ്പിലൊക്കെ ഇന്ത്യയുടെ ആ ഒരു ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതായിരുന്നു. നല്ല രീതിയിലുള്ള പ്രകോപനമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പോരാട്ട വീര്യത്തിനൊപ്പം തന്നെയാണ് ഈ വീമ്പിളക്കലും പ്രകോപനമൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ജാവേദ് മിയാന്താദും കിരൺ മോറയും തമ്മിലുള്ള ബാറ്റിൽ നമുക്കറിയാം. അതുമാത്രമല്ല 96 ലോകകപ്പിൽ വെങ്കടേഷ് പ്രസാദും അമീർ സൊഹൈലും തമ്മിലുള്ള വാഗ്വാദം, അവസാനം പ്രസാദ് വിജയിച്ചതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നിലവിലെ പാകിസ്ഥാൻ ടീം എന്ന് പറയുമ്പോൾ ഒരു കോമാളികളുടെ പറ്റമെന്നൊക്കെ പറയേണ്ടി വരും. കാരണം ആർമിയുടെ അതേ സ്വഭാവം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു യുദ്ധം പോലും വിജയിച്ചിട്ടില്ല. പക്ഷേ അഭിമാനത്തോടെ മെഡലൊക്കെ തൂക്കി ഇങ്ങനെ നടക്കും, വീമ്പിളക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. അപ്പോൾ ഈ വാചകടിയിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ആർമിയാണ് പാകിസ്ഥാൻ ആർമി. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടങ്ങൾ എന്നും ആവേശകരമായിരുന്നു. നമ്മളെല്ലാം കാത്തിരിക്കുന്ന പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ആ അർത്ഥത്തിൽ ആ ഒരു ആവേശം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. കാരണം മത്സരങ്ങൾ കുറച്ച് ഏകപക്ഷീയമായി മാറുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അവസാനമായിട്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു മത്സരം വിജയിച്ചത് 2022 സെപ്റ്റംബറിലാണ്. അതിനുശേഷം നടന്ന 7 മത്സരങ്ങളിൽ, അത് 7 ഫോർമാറ്റിലാണെങ്കിലും ഇന്ത്യക്കായിരുന്നു വിജയം. അതിൽ പലതും ആധികാരികമായ വിജയമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പാകിസ്ഥാനെതിരെയുള്ള ഓരോ വിജയങ്ങളും ഓരോ ഇന്ത്യനും വളരെ അഭിമാനം നൽകുന്ന, അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഈ ഒരു കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം പരമ്പരാഗത വൈരികൾ തമ്മിലുള്ള പോരാട്ടം, ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടം എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പോരാട്ടം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം, ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാറിൻ്റെ ചോദ്യം അർത്ഥവത്താണ്. കാരണം മുമ്പത്തെ ആ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പെർഫോമൻസ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പെർഫോമൻസും കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക. കാരണം റോങ് റീസൺസിലാണ് നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഹെഡ്ലൈനുകളിൽ ഇടം പിടിക്കുന്നത്. കളിക്കളത്തിൽ കളിയുടെ മികവിലല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഓരോ ഇൻസിഡൻസിലും ഓരോ മത്സരത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ അനാവശ്യമായി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ റിസൾട്ട് വരുമ്പോൾ തലകുനിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ള. ഈ ഒരു മത്സരത്തിൽ തന്നെ, ഇന്ത്യക്കെതിരെയുള്ള സൂപ്പർ 4 മത്സരത്തിൽ തന്നെ ഒരുപാട് ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ഫർഹാൻ ഹാഫ് സെഞ്ചുറി നേടിയതിന് ശേഷം ഗാലറിയിലേക്ക് നോക്കി, ഗാലറിയിലല്ല ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കി നടത്തിയ ആംഗ്യ വിക്ഷേപങ്ങൾ, അതായത് ബാറ്റ് ഉയർത്തി പഹൽഗാം മാതൃകയിൽ വെടിയുതിർക്കുന്ന രീതിയിലുള്ള ആംഗ്യമൊക്കെയാണ് ഫർഹാൻ കാണിച്ചത്. പക്ഷേ അധികം വൈകാതെ തന്നെ ഫർഹാന് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു സാഹചര്യം. മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ അവരുടെ ബൗളറായുള്ള ഹാരിസ് റൌഫ് ഗാലറിയെ നോക്കി 6 റാഫേൽ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള സൂചന നൽകുന്ന രീതിയിലുള്ള ആംഗ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പം ഇവിടെയൊക്കെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരാജയം മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് അവർ ഫോക്കസ്ഡാണ്, അവർ ഗെയിമിൽ ഫോക്കസ്ഡാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെ ഇത്തരം ആൻറ്റിക്സ് വഴി ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് വർക്കൗട്ടായി മാറുന്നില്ല. കാരണം 90കളിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമല്ല ഇപ്പോൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളരെ മെൻ്റലി ടഫാണ്. അതുമാത്രമല്ല 100% പ്രൊഫഷണൽസാണ്. ഇന്ത്യയിലെ ഒരു മാറ്റവും പാകിസ്ഥാനിലെ മാറ്റവും ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം 90കളിലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ സാഹചര്യമല്ല നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലൊക്കെ IPL ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായ ഒരു മാറ്റവും പാകിസ്ഥാനിലെ നിലവിലെ അവസ്ഥയും നമ്മളൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാനിൽ പോയി കളിക്കാൻ പോലും ആരും തയ്യാറാകാത്തൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ആ രാഷ്ട്രം എത്രത്തോളം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൂപ്പർ 4 മത്സരത്തിന് മുന്നോടിയായിട്ട് വലിയൊരു ഹൈപ്പ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം രണ്ടും കൽപ്പിച്ചാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ പരാജയത്തിന് ഇന്ത്യക്കെതിരെ പകരം ചോദിക്കും, ഏതു വിധേനയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം വിജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതനുസരിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വന്നു, പാക് മാധ്യമങ്ങളിൽ വന്നു. അതുകൂടാതെ തന്നെ വിവിധ യൂട്യൂബർമാരും മുൻ ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ ഒരു വിജയം നേടിയിരിക്കുന്നുള്ള രീതിയിലായിരുന്നു അവരുണ്ടാക്കിയ ഹൈപ്പ്. പക്ഷേ മത്സരം വന്നപ്പോൾ നേരെ വിപരീതമാണ് സംഭവിച്ചത്. യാതൊരു തരത്തിലുള്ള പോരാട്ട വീര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു തമാശ പറയാനുള്ളത് ഈ ഷഹീൻ അഫ്രീഡിയുടെ ഒരു വാമപ്പും ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു. കാരണം ആദ്യത്തെ പന്ത് നേരിടാൻ വേണ്ടി അഭിഷേക് ശർമ്മ എത്തുമ്പോൾ ഷഹീൻ അഫ്രീഡി വലിയൊരു ഹെഡ് വെയ്റ്റോടെയൊക്കെയാണ് നിന്നത്. ഇപ്പം എന്തായാലും എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു സാഹചര്യമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ
ബൗൺസർ എറിഞ്ഞു. ഫസ്റ്റ് പന്ത് തന്നെ സിക്സർ പറത്തിയാണ് അഭിഷേക് ശർമ്മ മറുപടി നൽകിയത്. അതോടുകൂടി തന്നെ അങ്ങ് ഡിമോളിഷ് ചെയ്യപ്പെട്ടു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു സിക്സർ വഴങ്ങേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാനുണ്ടായി. പിന്നീട് സംഭവിച്ചത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു സാഹചര്യം. ഇതിലൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ ഗുല്ല ആണ് ഷഹീൻ അഫ്രിദിയെ ഈ ഒരു കാര്യം ഉപദേശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം പഴയ ക്രിക്കറ്റ് താരങ്ങളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കെല്ലാവർക്കും യൂട്യൂബിൽ വ്യൂസ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മെയിൻ ജോലിയും ഇപ്പോൾ ഇതാണ്. കാരണം ഇന്ത്യക്കെതിരെ പറയുക, എന്നിട്ട് കുറേ വ്യൂസ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും കുറേ ആളുകൾ കാണും. അപ്പോൾ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഒരു ദയനീയ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നമുക്ക് ഇനിയും പാകിസ്ഥാൻ ഇന്ത്യ മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. കാരണം എത്ര ആവേശമില്ല, അല്ലെങ്കിൽ പഴയ ഒരു ചിരവൈരികളുടെ പോരാട്ടമല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും പാകിസ്ഥാനെ ഏത് ഫോർമാറ്റിലാണെങ്കിലും ഏത് ഗെയിമിലാണെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആത്മാഭിമാനം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കൂടുതൽ ഇത്തരം മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം.